നമസ്കാരം പ്രിയമുള്ളവരെ, ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. അമേരിക്കയിൽ മിനസോട്ടയിലുണ്ടായ ഒരു വെടിവെപ്പ് അതിപ്പോൾ വലിയ വിവാദത്തിലായിരിക്കുകയാണ്. ചില പൊളിറ്റിക്കൽ ലീഡേഴ്സിനാണ് അന്ന് വെടിയേറ്റത്. മിനസോട്ട സ്റ്റേറ്റ് ഹൗസിൻ്റെ സ്പീക്കർ വെടിവെപ്പിൽ ജീവൻ നഷ്ടപ്പെടുവാനിടയായി തീർന്നു. മറ്റ് ചില പൊളിറ്റിക്കൽ ലീഡേഴ്സിനൊക്കെയാണ് അന്ന് പരിക്കേൽക്കുവാനിടയായി തീർന്നത്. പക്ഷേ ഇപ്പോൾ വിവാദമാകുവാനുള്ള കാരണം ഈ വെടിവെപ്പിൽ ഉൾപ്പെട്ട വെടിയുതിർത്ത ആ ഒരു വ്യക്തി വാൻസ് ലൂതർ ബോൾട്ടർ, അദ്ദേഹം ഡാളസിലുള്ള വളരെ പ്രസിദ്ധമാകുന്ന ഒരു ബൈബിൾ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയാണെന്നുള്ള ഒരു കണ്ടെത്തലാണ്. അതിനുശേഷം ഈ ഡാളസ് ബൈബിൾ കോളേജിലേക്ക് തുടർച്ചയായിട്ട് ഇമെയിലുകൾ, അതുപോലെ തന്നെ കത്തുകൾ, ഫോൺ കോളുകളൊക്കെ ചെന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ സൈബർ അറ്റാക്കാണ് ഈ ബൈബിൾ കോളേജിനെതിരെ ഉണ്ടാകുന്നത്. ക്രൈസ്റ്റ് ഫോർ നേഷ്യൻസ് എന്ന് പറയുന്ന ബൈബിൾ കോളേജാണ് 1988 മുതൽ 90 വരെ ഈ പറഞ്ഞ വാൻസ് ലൂതർ അവിടെ വിദ്യാർത്ഥിയായിരുന്നു എന്നൊരു വാർത്ത. ഇതൊരു പെന്റിക്കോസ്റ്റൽ ബൈബിൾ കോളേജാണ്. ഗോലൻ ലിൻസെ എന്ന് പറയുന്ന ഒരു കർത്താവിൻ്റെ ദാസനാണ് ഇപ്പോൾ അതിൻ്റെ ചുമതലയിലിരിക്കുന്നത്. എന്നാൽ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ ബൈബിൾ കോളേജ് സ്ഥാപിക്കപ്പെട്ടത് ഗോർഡൻ ലിൻസെ എന്ന് പറയുന്ന ആ വളരെ പേരുകേട്ട ഒരു കർത്താവിൻ്റെ ദാസനുണ്ടായിരുന്നു. അദ്ദേഹത്താലാണ് ഈ ബൈബിൾ കോളേജ് സ്ഥാപിക്കപ്പെട്ടത്. അനേക പുസ്തകങ്ങളൊക്കെ എഴുതിയ ഒരു അനുഗ്രഹീത ദൈവദാസനാണ് ഗോർഡൻ ലിൻസെ. ഗോർഡൻ ലിൻസയുടെ അനന്തര തലമുറകളാണ് ഇപ്പോൾ ആ ബൈബിൾ സ്കൂള് മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ക്രൈസ്റ്റ് ഫോർ ദ നേഷ്യൻസ് എന്ന് പറയുന്ന ബൈബിൾ സ്കൂള് ഇപ്പോൾ വലിയ സൈബർ അറ്റാക്കിന് ആ ബൈബിൾ സ്കൂൾ പാത്രമായിരിക്കുകയാണ്. ഈ ഒറ്റ കാരണം കൊണ്ട്, വാൻസ് ലൂതർ അവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട്, ഈ ആളുകൾ ഈ ബൈബിൾ സ്കൂളിൻ്റെ വെബ്സൈറ്റിലൊക്കെ ചെന്നിട്ട് അവരുടെ മിഷൻ സ്റ്റേറ്റ്മെൻറ്റൊക്കെ നോക്കിയിട്ട് അതിനകത്തെ പദപ്രയോഗങ്ങളൊക്കെ എടുത്ത് അവർക്കെതിരായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഈ മിഷണറി ഓർഗനൈസേഷൻ്റെ വെബ്സൈറ്റിലൊക്കെ മിഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ അവരുടെ ഒരു സുവിശേഷീകരണത്തിൻ്റെ പദ്ധതികളെക്കുറിച്ചൊക്കെ അവർ എഴുതും. അവരുടെ മിഷണറി മോട്ടോ എന്താണെന്ന് അവർ എഴുതും. അപ്പോൾ വയലൻ്റ് പ്രെയർ എന്ന് പറയുന്നൊരു പ്രയോഗം അവരവരുടെ വെബ്സൈറ്റിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതായത് പ്രാർത്ഥനയിൽ പോരാടുക എന്നാണ് അതിൻ്റെ അർത്ഥം. ആ ഒരു വയലൻ്റ് എന്നുള്ള പദത്തെ എടുത്തിട്ട് ഇവർ വയലൻ്റായിട്ടുള്ള ഒരു തരത്തിലുള്ള ക്രിസ്ത്യാനിറ്റിയാണ് പ്രൊമോട്ട് ചെയ്യുന്നതെന്നൊക്കെ ആരോപിക്കുവാനിടയായി തീർന്നു. ഗോലൻ ലിൻസെ അതിനൊക്കെ മറുപടി കൊടുത്തു. അതൊരു പ്രെയർ സ്റ്റേറ്റ്മെൻറ്റാണ്. പ്രാർത്ഥനയിൽ പോരാടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മറ്റുള്ളവരോട് യുദ്ധം ചെയ്യുകയെന്നല്ല എന്നൊക്കെ വിശദീകരണമൊക്കെ കൊടുത്തു. പക്ഷേ ഇപ്പോൾ അമേരിക്കയിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു ക്രിസ്ത്യൻ നാഷണലിസം ഉണ്ട്. ക്രിസ്ത്യൻ നാഷണലിസം എന്ന് പറയുമ്പോൾ അമേരിക്കയെ ഒരു ക്രൈസ്തവ രാഷ്ട്രമാക്കി മാറ്റണം എന്ന് ആഗ്രഹിക്കുന്ന ക്രിസ്ത്യാനികളുടെ ഒരു അമിതമാകുന്ന ക്രിസ്ത്യാനികളുടെ ഒരു തീവ്ര വലതുപക്ഷ ഒരു മൂവ് അമേരിക്കയിലുണ്ട്. ലോകം മുഴുവൻ വലതുപക്ഷത്തേക്ക് ചാഞ്ഞു വയ്ക്കൊണ്ടിരിക്കുകയാണല്ലോ. അതിൻ്റെ ഒരു അതിപ്രസരം അമേരിക്കൻ പൊളിറ്റിക്സിലുമുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി അമേരിക്കയിൽ ഈ പറഞ്ഞതുപോലെയുള്ള ക്രിസ്ത്യൻസാണ് അതിന് മുമ്പിൽ നിൽക്കുന്നത് എന്നുള്ളത് സങ്കടകരമായ കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ വളരെ തീവ്രവാദപരമാകുന്ന ആശയങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ആക്രമണ സ്വഭാവങ്ങളോടുകൂടെ അമേരിക്കയിലെ ഈ പറഞ്ഞ ആളുകൾ പ്രവർത്തിക്കുമ്പോൾ അത് വളരെ വലിയൊരു പേരുദോഷമാണ് ശരിക്കും ക്രിസ്തീയ സമൂഹത്തിന്മേൽ കൊണ്ടുവരുന്നത് എന്നുള്ളത് അവർ മറന്നു പോകുന്നു. ക്രിസ്തീയ സമൂഹം അക്രമത്തിന് എതിരാണ്, ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിനെതിരാണ്. എന്നാൽ ഈ പറഞ്ഞ ഒരു എക്സ്ട്രീം ക്രിസ്ത്യൻ നാഷണലിസത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഞാൻ പറഞ്ഞതുപോലെ ആവർത്തിക്കട്ടെ. അൺഫോർച്ചുനേറ്റ്ലി ഡാളസിലെ ആ ബൈബിൾ സ്കൂളിനെയൊക്കെ ഇപ്പോൾ കുറ്റം പറയുന്നത് പോലെ സത്യത്തിൽ ആ ബൈബിൾ സ്കൂളൊന്നും ഇതിനകത്ത് ഇൻവോൾവ് അല്ല. 10-25 വർഷങ്ങൾക്ക് മുമ്പ് ഈ മനുഷ്യൻ അവിടെ പഠിച്ചെന്നുള്ളതല്ലാതെ ഈ മനുഷ്യൻ്റെ അകത്ത് കയറിയ ഒരു തീവ്രവാദപരമായ ആശയത്തിനൊന്നും ഈ ബൈബിൾ സ്കൂൾ ഒരു കാരണമല്ല. എന്നാൽ ഇന്നത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളിലും, ക്രിസ്തുമതത്തിൽ മാത്രമല്ല എല്ലാ മതങ്ങളിലും ഇങ്ങനെയുള്ള തീവ്രമാകുന്ന വലതുപക്ഷ ചിന്തകൾ, ഒരു തീവ്രവാദ ആശയങ്ങൾ എല്ലാ മതങ്ങളിലെ ആളുകളുടെ അകത്തേക്കും ആ മതത്തിലെ സ്വാർത്ഥ താല്പര്യക്കാർ കുത്തിവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു സ്വാർത്ഥ താല്പര്യമാണ്. ഇതിനെ നിയന്ത്രിക്കുന്നത് രാഷ്ട്രീയമാണ്. ഈ കാലഘട്ടത്തിൽ പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളാണല്ലോ ആളുകൾ. അതായത് നീതിനിഷ്ഠമാകുന്ന ഒരു സംശുദ്ധമാകുന്ന രാഷ്ട്രീയമൊന്നുമില്ല, പ്രായോഗിക രാഷ്ട്രീയം. അതായത് ഇലക്ഷനെ ജയിക്കണമെങ്കിൽ ജനത്തിൻ്റെ വികാരത്തെ ഇളക്കി വിടുന്ന എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ ലേബലിൽ കളികൾ കളിച്ച് ഇങ്ങനെയുള്ള ധ്രുവീകരണങ്ങളൊക്കെ ഉണ്ടാക്കി വോട്ട് പിടിച്ച് ജയിക്കുന്ന ഒരു സ്വഭാവം അമേരിക്കയിലും
ഇപ്പോൾ അതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് സത്യത്തിൽ ഈ ഒരു സംഭവവും. അതുപോലെ തന്നെ കുറേ ആഫ്റ്റർ എഫക്റ്റാണ് ഈ അടുത്ത ദിവസങ്ങളിൽ അമേരിക്കയിൽ നിന്നൊക്കെ കേൾക്കുന്ന ചില വാർത്തകൾ. അതിനൊരു ഉദാഹരണമാണ് ഈ ഒരു സംഭവം. കഴിഞ്ഞിടയ്ക്ക് ഒരു ജൂയിഷ് ഒരു എംബസി റിലേറ്റഡ് പ്രോഗ്രാമിന് 2 ക്രിസ്ത്യൻസ് വെടിയേറ്റ് മരിച്ചു. അതും ഇത് തന്നെയായിരുന്നു കാരണം. ഈ എക്സ്ട്രീം നാഷണലിസം, ക്രിസ്ത്യൻ നാഷണലിസത്തിൻ്റെ ഒരു അതിപ്രസരമായിരുന്നു അതിന് കാരണമെന്ന് പിന്നീട് കണ്ടെത്തുവാനൊക്കെ ഇടയായി തീർന്നു. ചുരുക്കി പറഞ്ഞാൽ ഇത് ആപത്കരമാകുന്ന ഒരു മൂവാണ്. ഏത് മതത്തിൻ്റെ പേരിലാണെങ്കിലും മതത്തിലെ അനുയായികളെ ഇങ്ങനെയുള്ള ഭ്രാന്തനാശയങ്ങൾ കുത്തിവെച്ച് വിടുന്നത് വളരെ അനാരോഗ്യകരമാകുന്ന ഒരു മൂവാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ന്യൂസ് ബുള്ളറ്റിൻ അവസാനിപ്പിക്കുകയാണ്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.